ഹായ് ഫ്രണ്ട്സ്, മൈ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഞാൻ നീയ. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് കിടക്കാം. അതിന് മുൻപായിട്ട് ചാനൽ തരുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കനകത്തേക്ക് നമുക്ക് ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതൊന്ന് ഇട്ട് കൊടുക്കാം. ശേഷം മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. അത് നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ അളവ് ഇട്ട് കൊടുക്കുക. പൊടികൾ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ഇതിനകത്തേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുക. തൈര് വലിയ പുളിയുള്ള തൈര് എടുക്കണ്ട, കാരണം നമ്മൾ നാരങ്ങാനീരൂടെ ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി നമ്മളിതിനകത്തിടുന്ന മെയിൻ ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഒരു സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു സവാള ഫ്രൈ ചെയ്തതും കൂടി ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്ത് വെച്ച ശേഷം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നൊരു സാധനമുണ്ട്. അതായത് നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ള എണ്ണ. സവാള ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ എണ്ണയും എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ നെയ്യും കൂടെ എടുത്തിരുന്നത്. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയില വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിനയില ഇട്ട് കൊടുക്കാം. എനിക്ക് പുതിനയിലയോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം മല്ലിയില മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലകളെല്ലാം ചിക്കനകത്തൊന്ന് പിടിക്കണം. ഓക്കെ, എന്നിട്ട് അതൊരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് മാറ്റി വെച്ചിരിക്കണം. ഞാനിവിടെ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതായത് നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ആ എണ്ണയ്ക്കകത്തേക്ക് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ആ ചിക്കനും ആ ഗ്രേവിയും എല്ലാം കൂടി ആ എണ്ണയ്ക്കകത്തൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം വേണം നമ്മളിതൊന്ന് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച പാത്രത്തിനകത്ത് തന്നെ കുറച്ച് അരപ്പും കൂടെ ഉണ്ടല്ലോ, അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളത് ചിക്കനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെകക്ക വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം നമുക്ക് ബിരിയാണി അരി കഴുകിയെടുക്കാം. ഇവിടെ ഞാൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി കുതിർത്തിട്ട് മാറ്റി വെക്കാം, അരിച്ചിട്ട് മാറ്റി വെക്കുക. ഓക്കെ, ഈ ഒരു സമയം നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം തയ്യാറാക്കി എടുക്കണം. അതായത് ആദ്യം ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, അതുപോലെ തക്കോലം, ബേ ലീഫ്, പിന്നെ 2 പച്ചമുളകും കൂടി ഇടുന്നുണ്ട് കേട്ടോ. കീറുന്നൊന്നുമില്ല, ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ആ നെയ്ക്കകത്തൊന്ന് മൂപ്പിച്ച ശേഷം നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് നമ്മളിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതിൽ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഈ റൈസിന് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ അല്പം മുന്തിയ രീതിയിൽ വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ല രീതിക്ക് വെന്തും വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം ഒന്ന് വറ്റി ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ റൈസിനുള്ള വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തിളയ്ക്കുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊരു ബബിൾസ് ഇങ്ങനെ വന്ന് തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് തീ കുറച്ച് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം കുറച്ച് കൊടുക്കുക. അതായത് ഈ ഒരു രീതിയിൽ അങ്ങിങ്ങായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുന്ന സമയം വേണം നമ്മളിത് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കുക. ഏറ്റവും ലോയിൽ വെക്കുക കേട്ടോ. അതിനുശേഷം ഒരു പ്രത്യേക മണം വരും, അതായത് അരിയുടെ ആ ഒരു മണം വരും. ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതേ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതായത് ഒട്ടിപ്പിടിക്കുന്നുമില്ല, പരുവത്തിനായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റൈസ് വേവിച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ദമ്മിട്ട് കൊടുക്കുന്നതും. അപ്പോൾ ആ റൈസെല്ലാം ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യമായിട്ട് നമുക്കിതിനകത്തേക്ക് ഏറ്റവും അടിയിലായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് റൈസ് ഞാൻ ഇതിനകത്തേക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യ്, ഗരം മസാലയുടെ പൊടി, അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില കുറച്ചിട്ട് കൊടുക്കുക. ഇനി ബാക്കി ഞാൻ ആ ചിക്കൻ ഫുള്ള്, അതായത് എടുത്തിട്ടുള്ള റൈസ് പകുതി ആദ്യം ഇട്ട് കൊടുക്കുക. ശേഷം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. കുറച്ചേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നടുക്കായിട്ട് നമ്മുടെ ചിക്കൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ ബാക്കി ഇരിക്കുന്ന റൈസും കൂടെ ഇട്ട് കൊടുക്കുക. നേരത്തെ ചെയ്ത് അതേ രീതിയിൽ തന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഗരം മസാലപ്പൊടിയും കുറച്ചൊന്ന് തൂവി കൊടുക്കുക. മല്ലിയിലയും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ സവാള ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക. കശുവണ്ടിയും നമ്മുടെ കിസ്മിസും ഉണ്ടെങ്കിൽ അതും കൂടി ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമ്മളൊരു 15 മിനിറ്റ് ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കുക കേട്ടോ. അതായത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, ഫ്ലെയിം ശ്രദ്ധിച്ചോണം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാ ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണി കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ വെച്ച് നോക്കണം. പെർഫെക്റ്റാണ്, നല്ല അടിപൊളിയായിട്ടാണ് ആ റൈസ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. എങ്ങും ഒട്ടിപ്പിടിക്കുകയോ ഓവറായിട്ട് വേവുകയോ ഒന്നും ചെയ്തിട്ടില്ല, നല്ല വിട്ടുവിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.